ഗാസ മുനമ്പിലുടനീളം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഹമാസ് ഭീകരർ ഉപയോഗിച്ച 100-ലധികം പിക്കപ്പ് ട്രക്കുകളാണ് ഇസ്രയേൽ നശിപ്പിച്ചത്. 2023 ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രയേലിൽ നടന്ന ഭീകരാക്രമണത്തിലും ഗാസയിലെ മറ്റ് ഭീകരപ്രവർത്തനങ്ങൾക്കും ആയുധങ്ങൾ കൈമാറുന്നതിനും ഹമാസ് ഈ ട്രക്കുകൾ ഉപയോഗിച്ചിരുന്നതായി സൈന്യം പറഞ്ഞു. ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി ഹമാസ് ഭീകരർ നടത്തിയ പ്രൊപ്പഗാൻഡ സെറിമണിയിൽ ആയുധധാരികളായ ഹമാസ് ഭീകരർ ഈ വാഹനങ്ങളിൽ പരേഡ് നടത്തിയിരുന്നതായും IDF വ്യക്തമാക്കി. ഒക്ടോബർ 7-ന് ഹമാസ് ഡസൻ കണക്കിന് വെള്ള നിറത്തിലുള്ള പിക്കപ്പ് ട്രക്കുകൾ ഉപയോഗിച്ച് തെക്കൻ ഇസ്രായേലിനെ ആക്രമിച്ചു. ഇനി ആയുധങ്ങൾ കടത്താനും ആക്രമണം നടത്താനും സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്യാനും ഹമാസ് ഇവ ഉപയോഗിക്കില്ലെന്നും IDF സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഗാസയിലെ എല്ലാ പ്രദേശങ്ങളിലും പിക്കപ്പ് ട്രക്കുകളെ ലക്ഷ്യമിട്ടാണ് വ്യോമാക്രമണം നടത്തിയതെന്നും നിരവധി പിക്കപ്പ് ട്രക്കുകൾ സൂക്ഷിച്ചിരുന്ന കെട്ടിടത്തിലാണ് ഒരു ആക്രമണം ഉണ്ടായതെന്നും സൈന്യം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 2 ഭീകരർ കൊല്ലപ്പെട്ടതായും IDF സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹമാസിന്റെ ഗാസ ബ്രിഗേഡിന്റെ ഡെപ്യൂട്ടി കമാൻഡറായ അഹമ്മദ് സൽമാൻ അവജിഷിമാലി, ഹമാസിന്റെ ഷെജയ്യ ബറ്റാലിയന്റെ കമാൻഡറായ ജാമിൽ ഒമർ ജാമിൽ വാദിയ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഒക്ടോബർ 7-ന് നടന്ന ക്രൂരമായ കൂട്ടക്കൊലയ്ക്ക് തയ്യാറെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, ഹമാസിന്റെ ആക്രമണതന്ത്രം ആസൂത്രണം ചെയ്യൽ, ബ്രിഗേഡിന്റെ സേന കെട്ടിപ്പടുക്കൽ എന്നിവയുടെ ഉത്തരവാദിത്തം വഹിച്ചിരുന്ന ആളാണ് അവജിഷിമാലി. ഹമാസിന്റെ ഷെജയ്യ ബറ്റാലിയന്റെ കമാൻഡറായ ജാമിൽ വാദിയ IDF സൈനികർക്കെതിരെ ബറ്റാലിയന്റെ സേനയെ വിന്യസിക്കുകയും ബറ്റാലിയൻ പുനഃസ്ഥാപിക്കുന്നതിനും പുനഃസംഘടിപ്പിക്കുന്നതിനുമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കീന ന്യൂസ്.